എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി മുറിഞ്ഞപാലം ജംഗ്ഷനിലാണ്. മുറിഞ്ഞപാലം ജംഗ്ഷനിൽ മെയിൻ റോഡിൽ സിഗ്നലിന് സമീപം ഡ്രെയിനേജ് പൊട്ടിയൊലിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി ഈ ഡ്രെയിനേജ് ലീക്കേജ് സ്ഥിരം ഒരു കാഴ്ചയാണെന്നാണ് ഇവിടുത്തെ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ മഴക്കാലമാവുമ്പോൾ സ്വാഭാവികമായും ഇത് വലിയ രീതിയിൽ പൊട്ടി റോഡിലൂടെ ഒഴുകുകയും അസഹ്യമായ ദുർഗന്ധമുണ്ടാവുകയും ഇതൊരു പക്ഷേ വലിയ പകർച്ചവ്യാധികൾക്ക് പോലും കാരണമായി തീരാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത്. നമുക്കിവിടെ ഒരു പക്ഷേ നിൽക്കുമ്പോൾ ബാഡ് സ്മെല്ല് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അത്ര ദുർഗന്ധമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇത് സഹിച്ചിട്ടാണ് ഇവിടുത്തെ ആളുകൾ വളരെ പരാതികളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമായി പരിഹരിക്കുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തെക്കുറിച്ച് പരിസരവാദിയായിട്ടുള്ള ഈ ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്നു. ചേട്ടനോട് ചോദിക്കാം. 15 വർഷം കൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. 15 വർഷം അത്ര ഇത് മാത്രമല്ല ഇവിടുത്തെ അത് പരാതി കൊടുത്തിട്ടും ഇനി പരിഹരിക്കാൻ ടെൻഡർ നടപടിയിലേക്ക് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് 45 ലക്ഷം രൂപ എന്തോന്നൊക്കെ പറയുന്നത്. ഇതുവരെ അതിൻ്റെ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായി. 15 വർഷമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. 15 വർഷമായിട്ടുണ്ട്. 15 വർഷമായിട്ട് ഈ സംഭവം 15 വർഷമായി പരിഹരിക്കാതെ കിടക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ചേട്ടൻ ഇതിനെ കാണുന്നത്. 15 ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ്. 15 വർഷമായി ഇതിങ്ങനെ പൊട്ടിയൊലിക്കുന്നു എന്നാണ് ഇദ്ദേഹം നമ്മളോട് പറയുന്നത്. അതീവ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണിത്. ഇത് അധികാരികളുടെ ശ്രദ്ധയിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണെങ്കിലും അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഇത് നിങ്ങൾക്ക് കാണാം, വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ദിവസങ്ങളോളം ഇങ്ങനെ പൊട്ടിയൊലിക്കുന്ന കാഴ്ച അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദയവായി അത്തരം ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് പരിഹാരം കാണണം. പലരും വിളിച്ചു പറഞ്ഞിട്ടും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർക്കൊന്നും യാതൊരു വിലയുമില്ലാത്ത രീതിയിലാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ പെരുമാറ്റം. തീർച്ചയായും ഇത് ശാശ്വതമായ പരിഹാരം കാണണം. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് 15 വർഷമായി ഇതേ പ്രശ്നം ഇവിടെ തുടരുന്നു എന്നുള്ളതാണ്. 15 വർഷമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത തലസ്ഥാന നഗരിയിലെ ഈ വിഷയം അതീവ ഗൗരവമാണ്. പുതിയ സർക്കാരൊക്കെ അധികാരത്തിലേറിയ സമയത്ത് ഇത്തരം വാർത്തകൾ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തോട് പ്രതികരിക്കാൻ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ പ്രൊഫസർ ഡോക്ടർ റോയ് സാർ നമ്മോടൊപ്പം ചേരുന്നു. മുറിഞ്ഞപാലം ജംഗ്ഷനിൽ ഈ സിഗ്നലിൻ്റെ ഇവിടെ കാലങ്ങളായി ഒരു പൈപ്പ് പൊട്ടി ഡ്രെയിനേജ് പൊട്ടി റോഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതാണ്. അനേക വർഷങ്ങളായിട്ട് ഈ പ്രതിസന്ധി ഇവിടെ ഉണ്ട്. എപ്പോഴും ഈ ഡ്രെയിനേജ് വെള്ളം പൊട്ടി ഒഴുകുന്ന ഒരവസ്ഥ മഴക്കാലമാകുമ്പോൾ അത് വളരെ ദുസ്സഹമായി തീരുകയാണ്. ഒരുപാട് പേര് ക്ലേശിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് അധികാരികൾ എന്തുകൊണ്ടാണ് ശാശ്വതമായ ഒരു പരിഹാരം കാണാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈ മഴ കൂടുന്നതനുസരിച്ച് ഈ റോഡിലൂടെ സഞ്ചാരം തടസ്സപ്പെടുകയും ഒരുപാട് ബ്ലോക്ക് കൂടെ ഇതിന്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു അധികാരികളുടെ കണ്ണുതുറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. തീർച്ചയായും ഈ മുറിഞ്ഞപാലം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും കിംസ് ആശുപത്രിയുടെ ഭാഗത്തേക്കും കോസ്മോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്കും ഒക്കെ ഉള്ള രോഗികളെയും കൊണ്ടുവരുന്ന ആൾക്കാർ, അങ്ങനെ വളരെയേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയിൽ ഇത്രയും കെട്ടിക്കിടക്കുന്നതും അതും ഡ്രെയിനേജ് വെള്ളമാണെന്ന് അറിയുന്നു. അതിനുള്ള ഒരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഈ വിഷയം കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് സർക്കാരൊക്കെ മാറി പുതിയ സർക്കാരൊക്കെ അധികാരത്തിലേക്ക് വരുന്ന സമയത്തെങ്കിലും ഇതെന്താണെങ്കിലും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.